റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കമാകും. ലോക വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാകുന്ന കോടഞ്ചേരി പുലിക്കയത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മത്സരങ്ങൾക്ക് മുന്നോടിയായി കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയും CK കാസിം MLAയും സ്ഥലത്തെത്തിയ ഒരുക്കങ്ങൾ വിലയിരുത്തി. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് അന്താരാഷ്ട്ര കയാക്കിംഗ് മാമാങ്കം ചാലിപ്പുഴയിലും ഇരുവഴഞ്ഞിപ്പുഴയിലുമായി അരങ്ങേറുന്നത്. കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ത്രിതല പഞ്ചായത്തുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കയാക്കിങ്ങിന് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയും സാഹചര്യവുമാണ് ഉള്ളത്. സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മുൻകരുതലുകളും പൂർത്തിയായിട്ടുണ്ട്. വരുന്ന 4 ദിവസങ്ങൾ കോഴിക്കോടിന് വലിയൊരു ആഘോഷരാവുകളായിരിക്കും സമ്മാനിക്കുകയെന്ന് കളക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. നമ്മൾ പല കമ്മിറ്റികളായിട്ട് രൂപീകരിച്ചുകൊണ്ടാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഓരോ കമ്മിറ്റി കൺവീനേഴ്സിനെയും ചെയർപേഴ്സൺസിനെയും നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും സേഫ്റ്റി മുതൽ വോളണ്ടിയേഴ്സിനുള്ള ഫുഡ്, വോളണ്ടിയേഴ്സും അതും എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്തരം കമ്മിറ്റികളിലൂടെയാണ്. അപ്പം അറേഞ്ച്മെന്റ്സ് എല്ലാം ഇൻ പ്ലേസ് ആണ്. നമുക്ക് ഇനിയുള്ളൊരു 4 ദിവസം നല്ല ആഘോഷപൂർവ്വം തന്നെ പ്രോഗ്രാം കൊണ്ടുപോകാന്നുള്ളതാണ് വിശ്വാസം. ഇത്തവണത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് പുറമെ ഇന്ത്യൻ കയാക്കിംഗ് ടീമിന്റെ റാങ്കിങ്ങും ട്രയൽസും ഇത്തവണ ഇവിടെയാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച താരങ്ങളും ലോകോത്തര ചാമ്പ്യന്മാരും ഒരേ വേദിയിൽ മാറ്റുരയ്ക്കും. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള കായിക പ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ എത്തിച്ചേരാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലാണ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നതെന്ന് തിരുവമ്പാടി MLA CK കാസിം പറഞ്ഞു. ഇപ്രാവശ്യത്തെ ഈ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന്റെ ഇവന്റില് നമ്മുടെ ഏഷ്യയിലെ വൈറ്റ് വാട്ടർ കയാക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിൽ നിന്ന് പോകേണ്ട ടീമുകളുടെ റാങ്കിങ് കൂടി നടക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ മത്സരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ കയാക്കേഴ്സ് എത്തിയിട്ടുണ്ട്. അവരുടെ പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വരുന്ന 4 ദിവസം എല്ലാ അർത്ഥത്തിലും മുന്നൊരുക്കവും നടത്തി ഞങ്ങൾ ഈ ഈവന്റിനെ വലിയ ഒരു ഘോഷയാത്രയോടുകൂടി തുടക്കം കുറിക്കും നാളെ. അത് കഴിഞ്ഞ് 4 ദിവസം ഇത് വലിയ മേളയായിട്ട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാഹസികതയുടെയും ആവേശത്തിന്റെയും കൊടുമുടി കയറുന്ന റിവർ ഫെസ്റ്റിവലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തവണത്തെ റാപ്പിഡ് രാജയും റാപ്പിഡ് റാണിയും ആരാകുമെന്ന ആകാംക്ഷയിലാണ് സാഹസിക പ്രേമികൾ. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.